ഉദിച്ചുവരുന്ന തീഗോളങ്ങൾ എൻ്റെ നാടിനെ കവർന്നെടുക്കുമ്പോൾ അതിലൊരുവളായി ഞാൻ പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തുക്കളും ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കുഞ്ഞുടുപ്പുണ്ട്, അതെൻ്റെ ചിന്നുവിന് കൊടുക്കണം. ഞാൻ ഈ കത്തെഴുതുമ്പോൾ പുറത്ത് പൊട്ടിത്തെറികളുടെയും വെടിവെപ്പിന്റെയും മരണഭീതി കൊണ്ട് ഓടുന്ന മനുഷ്യരുടെയും ശബ്ദം എന്നെ വല്ലാതെ അലട്ടുന്നു. എനിക്ക് ഈ കത്തെഴുതി പൂർത്തിയാക്കാൻ പറ്റുമോ അറിയില്ല. रंग तेरी रीत का, रंग तेरी प्रीत का, रंग तेरी जीत का है लाई लाई लाई। रंग तेरी रीत का, रंग तेरी प्रीत का, माई तेरी चूनरिया लहराए। എന്റെ അമ്മയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല അല്ലേ? എല്ലാവരും പറയും ഞാൻ എന്റെ അമ്മയെ പോലെയാണെന്ന്. എന്റെ കണ്ണും കാതും കവിളും എല്ലാം. എനിക്ക് വേദനിച്ച എന്റെ അമ്മയ്ക്കും വേദനിക്കും. ആ അമ്മയുടെ മുന്നിൽ വെച്ച ആ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. എന്റെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ചാരമാക്കി കളഞ്ഞില്ലേ? എന്റെ അമ്മയുടെ മുഴയിൽ കിടന്ന് കൊതി തീർന്നിട്ടില്ല. എന്തിനാ എന്തിനാ നിങ്ങൾ എന്നെ ചുട്ടുകൊന്നേ? ചിന്നു, നിങ്ങൾക്കറിയോ എന്റെ അനിയത്തിയ നല്ല കുറുമ്പി കൊച്ച്. എന്നെ തല്ലും മാന്തും മുടി പിടിച്ചു വലിക്കും. പക്ഷെ എനിക്കിഷ്ടാട്ടോ. ഞാനില്ലാതെ ഒരു ദിവസം പോലും അവൾ ഉറങ്ങില്ല. ഇന്നവള് അവളുടെ ചേച്ചി അന്വേഷിച്ച് നടക്കുന്നുണ്ടാവൂലേ? അവസാനമായി അവളെന്നെ നോക്കി നിൽക്കുമ്പോ അവൾക്കറിയില്ലായിരുന്നു അവളുടെ ചേച്ചിനെ ഒരിക്കലും ഉണരില്ലായിരുന്നു എന്ന്. ചേച്ചി വ്യക്തിവൈരാഗ്യങ്ങളും യുദ്ധവെറുകളുമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ കുഞ്ഞു മനസ്സുകളോട് നിങ്ങൾ എങ്ങനെ ക്ഷമ ചോദിക്കും? നിന്റെ നേരിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകലുകൾ പോലും ഭയം കൊണ്ട് ഇരുണ്ടതായി മാറി. നിന്റെ പ്രതികാരങ്ങൾക്ക് ബലിയായത് ചിരിക്കുവാൻ മാത്രം അറിയാവുന്ന വരും തലമുറ കൂടിയാണ്. സ്നേഹം കൊണ്ട് നദികൾ ഒഴുക്കേണ്ടിടത്ത് നിങ്ങൾ രക്തം കൊണ്ട് നേർച്ചാലുകൾ ഉണ്ടാക്കി. അതിൽ നിന്ന് നിങ്ങൾ എന്ത് നേടി? വിധിയുടെ വാളിലാ മുറിയുമി മനുജനെ മനസ്സിലെ മുറിവുകൾ മായുമോ? കളിയിൽ മൂഢനായി ദ്വേഷത്തിൻ അടിമയായി വലയതിനിരകളായി മാറുമോ? കവിനുള്ളിൽ തിരിയായി കത്തി നിന്ന ദീപം ഊറുന്നാകെ ചുറ്റിടുന്ന ജ്വാലയാകുമോ?
പറ്റില്ല.